അതിശക്തനായ അസുര ചക്രവർത്തിയായിരുന്നു ഹിരണ്യാക്ഷൻ. അദ്ദേഹം തൻ്റെ കഠിനമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടി. പകലോ രാത്രിയോ തന്നെ കൊല്ലാൻ പാടില്ലെന്നും മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലാൻ സാധിക്കാതെ ഇരിക്കട്ടെ എന്നും തൻ്റെ കൊട്ടാരത്തിനകത്തു വെച്ചോ പുറത്തു വെച്ചോ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കാതെ ഇരിക്കട്ടെ എന്നും പകലോ രാത്രിയിലോ തൻ്റെ വധം സംഭവിക്കാൻ പാടില്ലെന്നും തന്നെ കൊല്ലുന്ന ആൾ യാതൊരുവിധ ആയുധവും ഉപയോഗിക്കുവാൻ പാടില്ല എന്നും വിചിത്രമായ ഒരു വരമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. തൻ്റെ വരബലത്താൽ അഹങ്കാരിയായിത്തീർന്ന ആ അസുരൻ 3 ലോകങ്ങളെയും കിടുകിടെ വിറപ്പിച്ചു. ഇനി ആരും തന്നെ നാരായണ നാമം ജപിക്കരുതെന്നും എല്ലാവരും ഹിരണ്യായ നമ എന്ന നാമം മാത്രമേ ഉരുവിടാൻ പാടുള്ളൂ എന്നും താൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ ദൈവമെന്നും ഹിരണ്യാക്ഷൻ മറ്റുള്ളവരെ ധരിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ മാത്രം നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവസാനം തൻ്റെ കൈകൊണ്ടു തന്നെ തൻ്റെ പുത്രനെ കൊല്ലുവാൻ ഹിരണ്യാക്ഷൻ തീരുമാനിക്കുന്നു. എവിടെയാണ് നിന്റെ നാരായണനുള്ളത് എന്ന് പ്രഹ്ലാദനോട് ദേഷ്യത്തോടെ ഹിരണ്യാക്ഷൻ ചോദിക്കുന്നു. ഭഗവാൻ വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നവനാണെന്നും അവൻ എല്ലായിടത്തുമുണ്ടെന്നും പ്രഹ്ലാദൻ മറുപടി പറയുന്നു. ഈ കരിങ്കൽ തൂണിൽ നിന്റെ നാരായണനുണ്ടോ എന്ന് ചോദിച്ച് അടുത്തുള്ള തൂണിൽ തൻ്റെ ഗദ കൊണ്ട് ആഞ്ഞടിക്കുന്നു. ആ തൂണ് പിളർന്നുകൊണ്ട് ഹുങ്കാരത്തോടെ ബീഭത്സമായ ഒരു രൂപം പുറത്തേക്ക് ചാടുന്നു. അത്യന്തം വിചിത്രമായ ആ രൂപം ഭഗവാന്റെ നരസിംഹ അവതാരമായിരുന്നു. ആ രൂപം കൊണ്ട് ലോകം തന്നെ കിടുകിട വിറച്ചു. ദേവന്മാർ പോലും ഭയന്നുപോയി. എന്നിട്ടും കുഞ്ഞായിരുന്ന പ്രഹ്ലാദൻ ആ രൂപത്തെ കണ്ട് ഭയന്നതേയില്ല. ഭക്തപ്രിയനായിരുന്ന ഭഗവാൻ പ്രഹ്ലാദനു വേണ്ടി തൻ്റെ അവതാര ഉദ്ദേശം നിർവഹിച്ചു. വൈശാഖ മാസത്തിലെ പൗർണമി ദിവസമായിരുന്നു ഭഗവാന്റെ അവതാരം. ഹിരണ്യം എന്നാൽ സ്വർണം. ഹിരണ്യത്തിലേക്ക് അക്ഷികൾ വച്ചവൻ ഹിരണ്യാക്ഷൻ. നിത്യ സന്തോഷത്തിലേക്ക് നോക്കി നടക്കുന്നവൻ പ്രഹ്ലാദൻ. ഭോഗതൃഷ്ണയിൽ നിന്നും മനസ്സിനെ ഉയർത്തി ഭക്തിയിലേക്ക് ലയിപ്പിക്കുന്നതത്രേ പ്രഹ്ലാദ ചരിതം. ഭഗവാന്റെ മന്ത്രം: ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം.